Hi friends, welcome to Hamictech graphics. ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള മിക്ക യൂട്യൂബർമാരും അവരുടെ വീഡിയോ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള എഫക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോ ഫയൽസ് പ്രീമിയർ പ്രോയിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, പ്രീമിയർ പ്രോയിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോസ് ടൈം ലൈനിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് വരേണ്ട വീഡിയോയിൽ നല്ല റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ന്യൂ സീക്വൻസ് ഫ്രം ക്ലിപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോയെ നമ്മുടെ ടൈം ലൈനിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ V1 നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കേണ്ട വീഡിയോ വന്നിട്ടുണ്ട്. ഇനി V2 നമ്മുടെ സർക്കിൾ മാസ്കിനുള്ളിൽ വരേണ്ട വീഡിയോ ഇതുപോലെ ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ ഞാൻ V2 ആ ഒരു വീഡിയോ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇടുകയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ഓഡിയോ ഞാൻ ക്ലിയർ ചെയ്ത് എന്നിട്ട് ആ വീഡിയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ വീഡിയോ ഒന്ന് ഈ ഒരു വീഡിയോയുടെ അത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. എനിക്ക് ഇത്രയും പോർഷൻസ് മതി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫക്റ്റിൽ പോയിട്ട് അവിടെ സർക്കിൾ എന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് സർക്കിൾ എഫക്റ്റിനെ നമ്മുടെ സെക്കൻഡ് വീഡിയോയിലോട്ട്, അതായത് V2 കിടക്കുന്ന വീഡിയോയിലോട്ട് കൊണ്ടുവന്ന് ഇടേണ്ടതാണ്. അപ്പം സർക്കിൾ എന്ന ആ ഒരു എഫക്റ്റിനെ ഡ്രാഗ് ചെയ്ത് V2 വീഡിയോയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു ചെറിയ സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ഒരു ചെറിയൊരു സർക്കിൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫക്ട് കൺട്രോളിൽ സർക്കിൾ എന്ന സെക്ഷനിൽ ചെന്നിട്ട് ബ്ലെൻഡിങ് മോഡ് ഉണ്ട്, അതിപ്പോൾ നണ്ണ് എന്നതായി കിടക്കുകയാണ്. അത് മാറ്റിയിട്ട് സ്റ്റെൻസിൽ ആൽഫ എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് നമ്മുടെ വീഡിയോ ഇവിടെ ആ ഒരു സർക്കിളിനുള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു പൊട്ടുമാതിരി അല്ലേ നമ്മുടെ ആ ഒരു സർക്കിൾ കിടക്കുന്നത്. വലിയ വലിപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വലുതാക്കാൻ വേണ്ടി ഇവിടെ റേഡിയസ് എന്നതുണ്ട്. ഇപ്പോൾ ഇവിടെ 75 കിടക്കുന്നത്, അത് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് റേഡിയസ് കൂട്ടി നമ്മുടെ സർക്കിൾ വലുതാക്കി എടുക്കാം. ഓക്കെ, എനിക്ക് ഇത്രയും മതി. ഓക്കെ, അങ്ങനെ നമ്മൾ റേഡിയസ് ഒക്കെ കൂട്ടി ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു സർക്കിൾ മതി എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് 170 എന്ന ഒരു റേഡിയസ് കൊടുത്തത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ റേഡിയസ് കൂടണമെങ്കിൽ കൂട്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഇവിടെ ആ ഒരു വീഡിയോയിലെ ഫേസിൻ്റെ സെക്ഷൻ മാത്രം മതി. ഇപ്പം ആ ഒരു വീഡിയോയിൽ ഏതോ ഒരു സെക്ഷനാണ്, ഇപ്പം പോർഷനാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കത് മാറ്റിയിട്ട് ആ ഫേസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ സെൻറ്റർ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ കുറച്ച് വാല്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സർക്കിളിൻ്റെ ഏതാണ്ട് ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ സെക്ഷനിലോട്ട് കൊണ്ടുവരാം. അപ്പം ഇവിടെ ഫേസ് കാണത്തക്ക രീതിയിൽ ആക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റ് ഈ ഒരു വാല്യൂസ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിനെ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഇതാ ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലോട്ട് പോകാം. ഇവിടെ പൊസിഷൻ എന്നതിൽ നമുക്ക് വാല്യൂസൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള പൊസിഷനിൽ നമുക്ക് കൊണ്ടുവെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, റൈറ്റിലോട്ട് കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ, ഞാൻ അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്തതാ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് നമ്മൾ ആ ഒരു വീഡിയോ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇത് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്കൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സർക്കിളിനൊരു സ്ട്രോക്ക് ആഡ് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആ ഒരു വിഷ്വൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ട്രോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫക്റ്റ് സെക്ഷനിൽ വരാം. ഇവിടെ പെയിൻറ് ബക്കറ്റ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പം പെയിൻറ് ബക്കറ്റ് എന്ന എഫക്റ്റ് ഇതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് V2 വീഡിയോയിലോട്ട് കൊണ്ടിടാം. അപ്പോൾ ഇത് ഇതാണ്ട് ഡ്രാഗ് ചെയ്ത് നമ്മുടെ V2 ആ ഒരു വീഡിയോയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ ഫുള്ള് റെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ ഒരു പെയിൻറ് ബക്കറ്റ് എന്ന സെക്ഷനിലോട്ട് ചെന്നിട്ട്
ഇവിടെ ഫിൽ സെലക്ടർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ അത് ആൽഫ ചാനൽ എന്നത് ആക്കി മാറ്റേണ്ടതാണ്. അപ്പോൾ ആൽഫ ചാനൽ എന്ന് മാറ്റാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു സർക്കിളിലുള്ള വീഡിയോസ് ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ സ്ട്രോക്ക് എന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ അതിൻ്റെ വാല്യൂ ആയിട്ട് കിടക്കുന്നത് ആൻറ്റിലാസ് എന്നതാണ്. അത് മാറ്റിയിട്ട് സ്ട്രോക്ക് എന്നത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു റെഡ് കളർ ഫുള്ള് മാറിയിട്ട് നമ്മുടെ സ്ട്രോക്ക് ആയിട്ട് റെഡ് കളർ മാത്രം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോയിൽ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ഒരു റെഡ് കളറിലുള്ള സ്ട്രോക്ക്. അപ്പോൾ ആ ഒരു സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് താണ്ടെ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇവിടെ സ്ട്രോക്ക് വിഡ്ത്ത് എന്നത് ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു 15 സംതിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടാം. 15 സംതിങ് എന്നത് കൊടുത്തപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നില്ലേ? അപ്പം നമുക്കതൊന്ന് വീണ്ടും കുറയ്ക്കാം. ഇത് നിങ്ങളുടേതായിട്ടൊരു ഇഷ്ടം ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ വാല്യൂ ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമ്മുടെ സ്ട്രോക്ക് റെഡ് കളർ ആണല്ലോ, അത് മാറ്റിയിട്ട് യെല്ലോ കളർ ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ആയിട്ട് കളർ എന്ന സെക്ഷൻ ഉണ്ട്. അതായത് പെയിന്റ് ബക്കറ്റ് എന്ന സെക്ഷനിൽ കളർ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ഒരു യെല്ലോ കളർ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഡ് കളർ മാറിയിട്ട് ആ ഒരു സ്ട്രോക്ക് യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ ഇനി നമ്മുടെ ഈ ഒരു സർക്കിൾ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടി നമുക്കൊരു ഷാഡോ കൊടുത്താലോ. അപ്പം ഷാഡോ കൊടുക്കാൻ വേണ്ടി വീണ്ടും എഫക്റ്റിലോട്ട് വരാം. അവിടെ ഡ്രോപ്പ് ഷാഡോ എന്നത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു എഫക്റ്റിനെ നമ്മുടെ വീഡിയോയിലോട്ട് V2 വീഡിയോയിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. എന്നിട്ട് എഫക്റ്റ് കൺട്രോളിൽ ഡ്രോപ്പ് ഷാഡോ എന്നത് പോവാം. ഇപ്പോൾ കൂട്ടർക്ക് ഇവിടെ കുറേ വാല്യൂസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒപ്പാസിറ്റി, ഡയറക്ഷൻ, ഡിസ്റ്റൻസ്, സോഫ്റ്റ്നെസ് തുടങ്ങിയ കുറച്ചധികം വാല്യൂസ് ഉണ്ട്. അതുപോലെ ഷാഡോയുടെ കളർ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ആയിട്ടാണ് കിടക്കുന്ന കളർ, അത് ചേഞ്ച് ചെയ്യുന്നില്ല. മിക്ക ഷാഡോയിലും ബ്ലാക്ക് ആണല്ലോ, സോ അതുകൊണ്ട് ചേഞ്ച് ചെയ്യണ്ട. അതുപോലെ ഒപ്പാസിറ്റി ഇപ്പോൾ ഇവിടെ 50 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാനൊരു 100 കൊടുക്കുകയാണ്. അതുപോലെ ഡയറക്ഷൻ എന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം മേലോട്ട് താഴോട്ടൊക്കെ പോകുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു മനസ്സിലുള്ള സങ്കല്പം എന്തോ അതനുസരിച്ച് നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനും ഡയറക്ഷൻ കുറച്ച് കൂട്ടി, അതുപോലെ ഡിസ്റ്റൻസിൽ കുറച്ച് വ്യത്യാസം വരുത്തി, പിന്നെ സോഫ്റ്റ്നെസ് എന്ന വാല്യൂവിലും കുറച്ച് വ്യത്യാസം വരുത്തി. സോഫ്റ്റ്നെസ് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാഡോ ഒന്ന് സോഫ്റ്റ് ആവുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലുള്ള സങ്കല്പം എന്തോ അതനുസരിച്ച് നമ്മുടെ ഷാഡോയെ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ എന്താണ്ട് എല്ലാ വാല്യൂ ഒക്കെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷാഡോ. അപ്പം ആ ഒരു സർക്കിൾ ഒന്നും കൂടെ ഭംഗിയായി മാറിയിട്ടില്ലേ? നമ്മുടെ സർക്കിൾ മാസ്ക് ഒന്നും കൂടെ ഭംഗിയായി വന്നിട്ടില്ലേ ഈ ഷാഡോ കൊടുത്തതിന് ശേഷം? അപ്പോൾ ഇത്തരത്തിൽ എത്രത്തോളം നമ്മുടെ വീഡിയോസൊക്കെ ഭംഗിയാക്കി മാറ്റാം, അത്രത്തോളം നമ്മൾ എഫേർട്ട് എടുത്തതെല്ലാം ചെയ്ത് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടും കൂട്ടുകാർ കണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോഴത്തെ ഉള്ള മിക്ക യൂട്യൂബർമാരും അവരുടെ വീഡിയോ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ നിങ്ങളും നിങ്ങളുടെ വീഡിയോയിൽ ഈ ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള സർക്കിൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.